ഓം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എഫാത്ത ഗ്രൂപ്പിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സ്നേഹത്തോടെ ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ച കൂദാശയുടെ അഭിഷേകത്തോട് ചേർന്നും സഭയിൽ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും കാവൽ മാലാഖ നാമഹേതു വിശുദ്ധന്മാരുടെ വിസകളോടും ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എഫാത്ത ഗ്രൂപ്പിലെ പല മെസ്സേജുകളും കേട്ടതിന് ശേഷമാണ് ഈ ഒരു പ്രാർത്ഥന ഞാൻ പ്രിപ്പറേഷൻ ചെയ്തത്. മംഗളവാർത്ത കാലത്തെക്കുറിച്ച് ഒത്തിരി മക്കൾക്ക് സംശയമുണ്ട്. കാരണം അക്രൈസ്തരായ പല മുസ്ലിം സഹോദരങ്ങളുണ്ട്, ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള തീവ്രമായ ആഗ്രഹം എഫാത്ത ഗ്രൂപ്പിലേക്കാണ് മെസ്സേജിൽ അവർ ചോദിക്കുന്നത്. എത്ര തിരക്ക് പിടിച്ച സമയത്തും ആ മക്കളെ ചെറിയ ചെറിയ സംശയങ്ങൾ തീർക്കാനായിട്ട് ദൈവം അവസരം തരുന്നുണ്ട്. ഇന്ന് ആ മക്കളെ ഒരു ചെറിയ സംശയം തീർക്കാനായിട്ട് അവരുടെ വലിയൊരു ആഗ്രഹമാണ് ഈശോയുടെ പിറവിക്കാലം. എന്താണ് ഈ മംഗളവാർത്തക്കാലം? എങ്ങനെയാണ് അതിനുവേണ്ടി ഒരുങ്ങേണ്ടത്? ഇന്ന് പിറവിക്കാലം നമുക്കൊക്കെ അറിയാം. ഉണ്ണീശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യമേ പോയി മേടിക്കുന്നത് കടകളിൽ പോയി മേടിക്കുന്ന ഏറ്റവും നല്ല സ്റ്റാറാണ്. പുൽക്കൂട് ഉണ്ടാക്കാനുള്ള അതിനുള്ള സാധന സാമഗ്രികൾ, അതുപോലെ എങ്ങനെയാണ് വീട് അലങ്കരിക്കേണ്ടത്. അല്ല, ഇതിലൊക്കെ പ്രത്യേകത നമ്മുടെ ശരീരം, നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ണീശോയ്ക്ക് പിറക്കാനുള്ള ഒരു പുൽക്കൂട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. വെറുപ്പിന്റെ അറപ്പിന്റെ സഹോദര സ്നേഹത്തിന്റെ ഒക്കെ ആ ഒരു ആഴമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെറുപ്പിന്റെ മേഖല അത് നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ, ഒരാൾ മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മളോട് വെറുപ്പുള്ള വ്യക്തികൾക്കും കൂടെ ഒരു മനസ്സാന്തരം ഉണ്ടാകണം. നമ്മളെ പറ്റിച്ചവര് കാണാം, നമ്മളെ ഒത്തിരി സ്നേഹിച്ചിട്ട് ഒന്നുമല്ലാത്ത രീതിയിലാക്കിയവര് കാണാം, ബിസിനസ്സിൽ തകർത്തവര് കാണാം, കുടുംബജീവിതത്തിൽ തകർത്തവര് കാണാം, പരസ്പരമുള്ള പാർട്ട്ണർഷിപ്പില് ക്രമക്കേട് തെറ്റിച്ചവര് കാണാം. അപ്പൊ ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ എങ്ങനെ ഉണ്ണീശോയ്ക്ക് പിറക്കാനുള്ള അവസരം ഉണ്ടാവുമോ? എങ്ങനെയാണ് ഉണ്ണീശോയ്ക്ക് പിറക്കാനുള്ള പുൽക്കൂട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒന്ന് ഒരുക്കിയെടുക്കാൻ പറ്റുന്നത്? നമ്മുടെ എതിരെ നിൽക്കുന്നവര് നമ്മളോട് ക്ഷമിച്ചില്ല, അല്ല നമ്മളെ കാണുമ്പോൾ അവർ മിണ്ടുന്നില്ല, അവർ മുഖമൊക്കെ വീർപ്പിച്ച് നടക്കുന്നതാണെങ്കിൽ ഓക്കെ, അവർ ആ വഴിക്കങ്ങ് പൊക്കോട്ടെ. പക്ഷെ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നമുക്ക് ദൈവമേ അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എനിക്കും ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം തമ്പുരാനെ പ്രതി എല്ലാം വിട്ടുകളഞ്ഞൊരു മേഖലയാണ്. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ ഒരു അരൂപി പ്രവർത്തിക്കണം. എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു നല്ല ശ്രമം നമുക്ക് നടത്താം. ഇന്ന് ഗ്രൂപ്പില് ഒത്തിരി മക്കളുടെ സാക്ഷ്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എല്ലാം ഞാൻ കേട്ടു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നത് അറിഞ്ഞിട്ട് സന്തോഷമുണ്ട്. പിന്നെ ഡെയിലി മിക്കവാറും ഒരു ഭജനമെങ്കിലും ഇട്ട് നമ്മൾ ഒന്നിച്ച് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അതിനുള്ള അവസരം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പിറവിക്കാലത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ള 1-2 കാര്യങ്ങൾ മാത്രം. അതായത് ദൈവത്തിലുള്ള പരിപൂർണമായൊരു വിശ്വാസം നമുക്ക് വേണം. എത്ര സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എത്രത്തോളം തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ആ തകർച്ചയുടെ മുൻപിലും ആ സഹനത്തിന് മുൻപിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇതാണ് ഇന്ന് ഈ പിറവിക്കാലത്തെക്കുറിച്ച്, അതായത് ഈ മംഗളവാർത്തക്കാലത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളാകണം ഡിസംബർ മാസം. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനെക്കുറിച്ച് കൂടുതൽ. ഒത്തിരി സന്തോഷത്തോടുകൂടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന മെസ്സേജുകൾ, പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നവരെയും എല്ലാം സ്നേഹത്തോടെ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് വെക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് എങ്ങനെയാണ് മറിയം എന്ന വ്യക്തിയിലെ നിറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 26 മുതൽ വചനം ഇങ്ങനെയാണ്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുത്തേക്കാണ് ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ കടന്നു വരുന്നത്. അവളുടെ പേരാണ് മറിയം. ദൂതൻ ഈ മറിയത്തിന്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോഴും മറിയത്തിന് ഞെട്ടല് പോലെയായി. ഈ വചനം കേട്ടപ്പോൾ മറിയം വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ പലപ്പോഴും ചിന്തിച്ചു. ദൂതൻ അവളോട്, അവളുടെ ഈ വെപ്രാളം കണ്ടപ്പോൾ ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പെട്ടെന്ന് പറയുവാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും,
അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലൊക്കെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി നമ്മൾ ഒത്തിരി ആലോചിച്ച്, ഇന്നിപ്പിന്നാണെങ്കിൽ ഒത്തിരി സെർച്ച് ചെയ്തൊക്കെയാണ് പേര് നിശ്ചയിക്കുന്നത്. ഇത് പിറക്കുന്നതിന് മുൻപ് തന്നെ യേശു എന്ന് പേരിടണമെന്നും അവൻ ദൈവപുത്രനാണെന്നൊക്കെ നിയോഗിച്ച് പറയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ പവർ നോർത്ത് നോക്കിക്കേ. അപ്പോഴ് ഈ വചനഭാഗത്തില് നമ്മൾ എടുക്കേണ്ട, ഇന്നിപ്പോ ഇത്രയും വായിച്ച ആ ഒരു മേഖല നമ്മൾ എടുക്കുന്ന വചനം ഇതാണ്: നമ്മുടെ ഏത് ആവശ്യത്തിന്റെ നടുവിലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഉണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ അവിടെ എല്ലാം അത്ഭുതം പ്രവർത്തിക്കും. ഈ മംഗളവാർത്ത കാലത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥനയുള്ള മക്കളായിട്ട് മാറണം. അപ്പം ആ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്? പരിശുദ്ധ അമ്മ മറിയത്തെ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. കാരണം ഒത്തിരി ബുദ്ധിയുടെ തലങ്ങളൊക്കെ ചിന്തിച്ചു കാണും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓടി വന്ന് നീ എന്നെ പുത്രനെ പ്രസവിക്കുമെന്നും അവൻ യേശു എന്ന് പേരിടണമെന്നൊക്കെ പറഞ്ഞ്, അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണ. അപ്പൊ ഇത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു തമ്പുരാൻ നമ്മുടെ മുൻപില്, നമ്മുടെ കൂടെ നിഴല് പോലെ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാ സംശയിക്കുന്നത്? നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇപ്പോഴ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ, ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം, എനിക്ക് സങ്കടവും പ്രയാസവും നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഹോൾസെയിലായിട്ട് എനിക്കുണ്ട്. പക്ഷെ അതിൻ്റെ മീതെ എനിക്ക് കുറച്ച് കുഞ്ഞു മക്കളാണുള്ളത്. അതായത് സ്കൂളില് ചെറിയൊരു പ്ലേ സ്കൂളാണ്. അതിനകത്ത് ഒത്തിരി കുഞ്ഞു മക്കളുണ്ട്. പക്ഷെ ഒരു ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ സാമ്പത്തികമായ ഉയർച്ചയല്ല എനിക്ക് അവിടെ നിന്നുള്ളത്. സാമ്പത്തികമായി ഞാൻ ഭയങ്കര ഡൗൺ ആണ്. പക്ഷേ അവിടെ ഉള്ളൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നൊരു ബോധ്യം. കാരണം ഈ കുഞ്ഞുങ്ങളെ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നതുപോലെ അവരെ നല്ലതുപോലെ വചനത്തിലേക്കൊന്ന് ഒരുക്കിയെടുക്കാനായിട്ട്, ഒറ്റ വചനത്തിലൂടെ അവരെ വിശുദ്ധീകരിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട്. ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നതിലല്ല, ഒത്തിരി പ്രാർത്ഥിക്കുന്നതിലല്ല, ഇച്ചിരി പ്രവർത്തിച്ചിട്ട് ആ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നതിലാണ് ഒരു ഹാപ്പിനെസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും സ്നേഹത്തോടെ കൈകൂപ്പി നിങ്ങളുടെ മുൻപിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നൊരു സാധനം ഉണ്ടെന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കാൻ പറ്റുന്ന ഒരു ദൈവമുണ്ടെന്നും ഉത്തമമായൊരു ബോധ്യം കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. പലരും പല മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ, പല പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, കൃപയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഞാൻ പറയും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കത്തോലിക്ക സഭയിൽ അംഗമാകാൻ സാധിച്ചത്, അതുപോലെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കാളിയാകാൻ സാധിച്ചത്, എന്നും എൻ്റെ ഈശോയെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ അഭിമാനിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് കോടികളുടെ ആസ്തിയുണ്ടെന്നോ അല്ലെ ലക്ഷങ്ങളുടെ ആസ്തിയുണ്ടെന്നോ അല്ലെങ്കിൽ ഭയങ്കര അതൊന്നുമല്ല. ഏറ്റവും വലിയ ആസ്തി ഇതാണ്, കത്തോലിക്ക സഭയിൽ അംഗമാകാൻ പറ്റിയത്. എൻ്റെ നഷ്ടങ്ങളല്ല, എൻ്റെ ഏറ്റവും വലിയ വിജയം. ഇന്ന് നിങ്ങളും അങ്ങനെ പറയാൻ പറ്റുന്നവരായിരിക്കണം. പ്രശ്നവും പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളും. നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ പറ്റുന്നവനാണ് കർത്താവ് ശമിശിക. ഈ ഒരു സഹായകനെ അയക്കുന്ന നിമിഷമാണ്, അതിനുവേണ്ടി വാർത്തെടുക്കുന്ന ഒരു നിമിഷമാണ് ഈ മംഗളവാർത്തക്കാലം. ഈ ഡിസംബർ മാസത്തിൽ നമുക്കറിയാം ഒത്തിരി നല്ല വാർത്തകൾ. എലിസബത്തിന്റെ ഉദരത്തില് ശിശു പിറക്കുന്ന ഒരു സമയം, ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ, ഈ മംഗളവാർത്ത കാലത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ഉണ്ണീശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാകാൻ അവസരം നമ്മൾ കൊടുക്കണം. കഴിഞ്ഞതെല്ലാം മറന്ന് നമ്മുടെ ഈഗോയൊക്കെ മാറ്റിവെച്ച്, ഞാനെന്ന ഭാവം എടുത്ത് മാറ്റിവെച്ച്, അവിടെ എല്ലാം എളിമയുടെ ആ ഒരു എളിമയുടെ മാതൃകയാണ് അമ്മ അവിടെ കാണിച്ചു തന്നത്. അമ്മ ഒത്തിരി പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്നും, പുരുഷനെ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് മാലാഖ മറുപടി പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ ആവസിക്കുമ്പോൾ നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വീണ്ടും ദൈവവചനം പറയുന്നു, മത്തായി 1:21, അവൾ ഒരു പുത്രനെ പ്രസവിക്കും,
നീ അവന് യേശു എന്ന് പേര് നൽകണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ലൂക്ക 1:38 മറിയം പറഞ്ഞ മറുപടി ഇതാണ്. ദൂതെല്ലാം കേട്ടു. ഇതാ കർത്താവിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവൻ കീഴ്പ്പെട്ടു അവിടെ. അവിടെ സറണ്ടറായി. ഇതാ കർത്താവിന്റെ ദാസി. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഒന്ന് താഴാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഒത്തിരി ശ്രമിച്ചു നമ്മുടെ ജീവിത പങ്കാളിയെ നന്നാക്കാനായിട്ട്, മക്കളെ നന്നാക്കാനായിട്ട്, നമ്മുടെ മാതാപിതാക്കളെ നന്നാക്കാനായിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നന്നാക്കാൻ നമ്മൾ ഒത്തിരി ശ്രമിച്ചു. പക്ഷെ നമുക്ക് അവരുടെ മുമ്പിൽ സറണ്ടർ ആകാം. ഇന്ന് പള്ളിയിൽ പോകാത്ത എത്ര പേര് നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിലും നോ നെവർ മൈൻഡ്. അവര് പോകണ്ട. പക്ഷെ നിങ്ങൾക്ക് ഒരാൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പോയിരിക്കണം. അത് മതി. എന്നിട്ട് പറയണം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ ആ അത്യുന്നതന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വ്യാപരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നിശബ്ദമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ തൊടും. അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ളൊരു ഒരു വഴി, ഒരു ഗോവണി അവിടെ ഉണ്ടാവും. ഈ മംഗളവാർത്ത കാലത്തില് ദൈവവചനത്തെ ചേർത്ത് പിടിക്കുന്ന മക്കളായിട്ട് മാറണം. പരിശുദ്ധ അമ്മ സലണ്ടർ ആയതുപോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. ദൈവത്തിന്റെ വാക്ക് കേൾക്കാനായിട്ട് നമുക്കൊന്ന് തുറന്നു കൊടുക്കാം നമ്മുടെ ജീവിതം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെ ജീവിതത്തിലേക്കും ഒത്തിരി സമയം കളയുന്നില്ല. ലൂക്കായുടെ സുവിശേഷത്തില് ബൈബിൾ ഉള്ളവര് ഒന്നാമത്തെ അധ്യായം വായിക്കണം. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വായിച്ച പല പ്രാവശ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ നിറയും. പിന്നെ പേഴ്സണലായിട്ട് സംശയമുള്ള മക്കൾക്ക് ഞാൻ എൻ്റെ ബൈബിളിന്റെ കണ്ടന്റ് ഞാൻ ഇട്ടുതരാം. അപ്പോഴ് ഇന്ന് നമ്മൾ ഏറ്റിരിക്കുന്ന 2 വചനമാണിത്. ഒന്ന് ലൂക്കായുടെ സുവിശേഷം 1:37, ലൂക്ക 1:35. ലൂക്ക 1:35 നമ്മൾ സ്വന്തമാക്കണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ കുടുംബത്തില്, സമൂഹത്തില്, ജോലി മേഖലയില്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ അഭിഷേകമായിട്ട് വ്യാപരിക്കാനായിട്ട്. അങ്ങനെ വ്യാപരിച്ചു കഴിയുമ്പോഴാണ് അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ലൂക്ക 1:37 നമ്മളിലേക്ക് കാറ്റുപോലെ വീശുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ 2 വചനം ഈ ഒരുക്ക പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ തരുന്നു. നമുക്കിങ്ങി പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം. പരിശുദ്ധ അമ്മേ, അമ്മയെപ്പോലെ ആഴമായ എളിമയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടെ ദൈവവചനത്തെ സ്വീകരിക്കാൻ, ആ ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഞങ്ങൾ ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളിലും ഒക്കെ ഞങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹപ്രദമായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല നിമിഷം സ്വന്തമാക്കാൻ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട നല്ല ക്രിസ്ത്യാനികളായി മാറുവാൻ, നല്ല മക്കളായി മാറുവാൻ, നല്ല ദൈവസ്നേഹമുള്ള മക്കളായി മാറും. സ്വത്തിനും പണത്തിന്റെ പുറകെ പോകാതെ ആത്മാവിന്റെ ദൃഢതയ്ക്ക് വേണ്ടി, ആത്മാവിന് വേണ്ടി പടപൊരുതുന്ന നല്ല മക്കളാകാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.